ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കി വരുന്ന കാലിത്തീറ്റ സബ്സിഡി വിതരണം തോപ്രാംകുടിയിൽ നടന്നു. തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന കാലിത്തീറ്റ സബ്സിഡി വിതരണമാണ് തോപ്രാംകുടിയിൽ നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള ക്ഷീരകർഷകരെ സഹായിക്കുവാനായി 72 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവച്ചിരിക്കുന്നത്. തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ക്ഷീരകർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 72 ലക്ഷം രൂപ കാലിത്തീറ്റ സബ്സിഡിക്കും ഇൻസെൻറ്റീവിനുമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ വിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ക്ഷീര മേഖലയിൽപ്പെട്ട ആളുകൾക്ക് യാതന അനുഭവിക്കുന്ന ആളുകൾക്ക് പരമാവധി സഹായം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാലിത്തീറ്റ സബ്സിഡി എന്നീ ഇനങ്ങളിലൊക്കെയായിട്ട് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്. 110 ക്ഷീരകർഷകർക്കാണ് തുക വിതരണം ചെയ്തത്. സംഘം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ബോർഡ് അംഗങ്ങളായ ജോമോൻ പുത്തേട്ട, ഷൈനി ജോസ്, ടോമി സെബാസ്റ്റ്യൻ, പ്രസാദ് കുഴിയോഴത്തിൽ, ഷിജി, റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു.